ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ വേണം കുഞ്ഞിന്. ഹായ്, ഗുഡ് മോർണിംഗ്. കാശ്മീരിലെ നമ്മുടെ 4ാമത്തെ ദിവസമാണെന്ന്. രാവിലെ എണീറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നത് പെഹൽഗാമിലോട്ടാണ്. നമ്മൾ ഇപ്പോൾ ശ്രീനഗറിലാണ് നിൽക്കുന്നത്. ശ്രീനഗറിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇന്ന് ഇവിടുന്ന് നമ്മൾ പാക്ക് ചെയ്ത് ലഗേജ് എല്ലാം കൊണ്ട് നേരെ പെഹൽഗാമിലോട്ട് പോകും. ഇന്നൊരു ദിവസം പെഹൽഗാമിലാണ് സ്റ്റേ. അപ്പോൾ വെൽക്കം ടു പ്രേവീസ് ഹാപ്പിനെസ്. ലാലേക്കിൻ്റെ അടുത്തൊരു ബ്യൂട്ടിഫുൾ ഹോട്ടലിലായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. പക്ഷേ വന്നിൻ്റെ അത് മൈഗ്രെയിൻ ഒക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നല്ല അടിപൊളി ഒരു ഹോട്ടലായിട്ടും അടുത്ത അകത്ത് വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ലഗേജൊക്കെ എടുത്തു വെച്ചു. ഇവിടെ നിന്നൊരു 2 hours കൂടുതലുണ്ട് പെഹൽഗാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇനി നമുക്ക് പെഹൽഗാമിലേക്ക് എത്തിക്കാം. ഇന്ന് എന്താണോന്ന് അറിയില്ല, പ്രത്യേകിച്ച് നല്ല തണുപ്പൊന്നുമില്ല. പ്രതീക്ഷിച്ചിരുന്നില്ല, എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല. നല്ല തണുപ്പ് പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും വന്നത്. പക്ഷെ അധികം തണുപ്പൊന്നുമില്ല. അതാണ് അതെ ഇതിലാണോ? അതെ, പെട്ടെന്ന് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ ഇറങ്ങി വന്ന് ഫിനാൻസ് ചെയ്യണം. ഫ്രണ്ടിലാവുമ്പോ പെട്ടെന്ന് എന്താ ചെറുപറയെന്ന്. ഇത് ഇവിടുത്തെ ലോക്കലാണ് ചേച്ചി? പറയേ. ഇവിടുത്തെ KSRTC ആണ്. KSRTC സ്റ്റാൻഡാണ് ബസ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചില്ല. ഇതാണ് KSRTC സ്റ്റാൻഡ്. ഇവിടെ ആപ്പിളിന് സീസൺ ടൈമിൽ വെറും 20 rupees മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ 50 രൂപയെന്നാണ് പറയുന്നത്. പക്ഷെ കൊണ്ടുവരാൻ പെട്ടിയിൽ വെയിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ആപ്പിൾ ഒന്നും മേടിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ചേട്ടനാണ് നമ്മുടെ കൂടെ 4 ദിവസം നമ്മളെ സഹിച്ച് നമ്മളെ ഉണ്ടായിരുന്നത്. ഭയ്യ ഹായ്. ഭയ്യ ഓക്കെ. ആ കുക്കിന്റെ ഒരു ഫോട്ടോ എടുക്കണം വെച്ചാൽ അവൻ എമ്മാതിരി ഹെൽപ്പ് ചെയ്യുന്നറിയോ. ഇന്ന് കുടിച്ച കോഫിയുടെ പൈസകളും വാങ്ങിയില്ല. ഇത് വ്ളോഗിൽ കാണണ്ട കേട്ടോ. അവന്റെ ജോലി പറ. 100 രൂപയ്ക്ക് 2 ചില്ലി ചിക്കൻ കിട്ടി. നല്ല സ്കിൻ ഭയങ്കര ഡ്രൈ ആകുന്നു ഗയ്സ്. അതൊന്നും എടുക്കല്ല, എന്താന്നറിയില്ല, എല്ലാം ഫുള്ള് ഡ്രൈ ആണ്. ബാക്കിൽ ഇവിടെ ചിലർ ഞെക്കിട്ടും വരുന്നില്ല. ഇവിടെ തേച്ച് കഴിഞ്ഞോ? നല്ല തണുപ്പായതുകൊണ്ട് സ്കിന്നൊക്കെ ഡ്രൈ ആകുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ 3-4 ദിവസം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഫുള്ള് സൈറ്റ് സീയിങ് ഇതൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കകത്തിരിക്കുമ്പോഴാണ്. അപ്പോൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്താണ് കേട്ടോ പോകുന്നത്. പിന്നെ കുറേ ആകുമ്പോൾ ടയേർഡാവും, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. എന്നാലും അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു ഈ വണ്ടിയിലുള്ള ഒരു യാത്രയെന്ന് പറയുന്നത്. ടയേർഡാവും കുറച്ച്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ജേണിയാണ്. മിക്ക 6 hours 7 hours ഒക്കെയാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ കടുകിൻ്റെ പൂവാണ്. കടുക് പൂത്ത് കിടക്കുന്നതാണ്. മീൻസ് കടുക് ഉണ്ടാകാറായിട്ടുണ്ട്. അപ്പം അതിൽ കടുക് അധികം ഉണ്ടായി തുടങ്ങിയില്ല, ഇപ്പം പൂത്ത് കിടക്കുന്നേ ഉള്ളൂ. ഈ പോകുന്ന വഴിക്ക് ഫുൾ കടുകിൻ്റെ പാടങ്ങളായിരുന്നു. നല്ല ഭംഗി അത് ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്ന കാണാൻ. കടുക് ഉണ്ട്, കുങ്കുമപ്പൂവിൻ്റെ ഉണ്ട് കേട്ടോ. കുങ്കുമപ്പൂവിൻ്റെ ഞാൻ എടുത്തിട്ടില്ല, കുറച്ചുകൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണമായിരുന്നു. പക്ഷേ ഫുൾ കടുകിൻ്റെ ആ പാടങ്ങളാണ്. ഇങ്ങനെ ഫുള്ള് മഞ്ഞ കളറിൽ ഗ്രീനിൽ മഞ്ഞയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തനിച്ച് കയറിയില്ലാന്ന് പറഞ്ഞ് കരഞ്ഞ് ചേച്ചി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ. ഹലോ, കേറുന്നില്ലേ? കേറ് ഒന്നേ. എന്റെ അടുത്തുണ്ട്.
ആ വണ്ടി അടിച്ചോ, വിട്ടോ വിട്ടോ വിട്ടോ. ഇല്ല ആരെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങൾ കളിക്കുന്ന അന്താക്ഷരിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താക്ഷരി കളിച്ച് കളിച്ച് വല്ലാത്തൊരു കളിയായിപ്പോയി. അവിടെ എത്തുന്നവരെയും കളിക്കുമായിരുന്നു അന്താക്ഷരി. ഒരു 2.5 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അത്ര നല്ലൊരു അന്താക്ഷരി കളി. ശ്രീനഗറിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ കുറേ ടൈം എടുത്തു. ഇടയ്ക്ക് പർച്ചേസിന് ഇറങ്ങി, പിന്നെ ഈ കടുകുപാടം കാണാൻ ഇറങ്ങി. അപ്പം കുറച്ച് ഞങ്ങൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പെഹൽഗാം ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കാര്യം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം സൈറ്റ് സീയിങ്ങിന് പോകാൻ. അപ്പം മൊത്തത്തിലൊന്ന് ഓടി കാണാനേ പറ്റുള്ളൂ. അങ്ങനെ ദേ പെഹൽഗാം എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് റോഗൻ ജോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മട്ടൻ്റെ ഇത്. ചിക്കൻ്റെതും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ചിക്കൻ്റെതും മട്ടൻ്റെതും രണ്ടും മേടിച്ചു. മട്ടൻ കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. കിഡിലോസ്കി ആയിരുന്നു ഈ മട്ടൻ റോഗൻ ജോഷ് എന്ന് പറയുന്ന സാധനം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ആവശ്യമായിട്ട് എല്ലാവരും റിലാക്സ് ചെയ്തിരുന്നു ഫുഡൊക്കെ കഴിച്ച്. ഞങ്ങളിത് പെഹൽഗാമിലോട്ട് എത്തി. പെഹൽഗാമിൽ ഈ കാണുന്നത് അവിടുത്തെ എന്തായിരുന്നു ചെക്ക് പോസ്റ്റാണ്. ഇങ്ങനത്തെ കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലുള്ള സ്ഥലം. ഒരു പുഴയുടെ വക്കത്തുള്ള അടിപൊളി ഇതായിരുന്നു, റിസോർട്ടായിരുന്നു അത്. നല്ല സ്ഥലം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഞങ്ങൾ ഇവിടെ വന്നു, ജസ്റ്റ് ഇവിടെ ഒന്ന് ലഗേജൊക്കെ വെച്ചു, എന്നിട്ട് നേരെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോയായിരുന്നു. കാര്യം ടൈമില്ലായിരുന്നു ഒത്തിരി. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ ഫുള്ള് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ആ പുഴയുടെ വക്കത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. ഭയങ്കര തണുപ്പുമാണ് ആ വെള്ളത്തിന്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ പെഹൽഗാം എന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടികളുടെ സൗണ്ടും തിരക്കും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റേ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി സമയം നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഈ പെഹൽഗാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വാലികളാണ്. ആരു വാലി, ബേതാബ് വാലി ആൻഡ് ബൈസ്രൺ വാലി. അതിൽ ഈ ആരു വാലിയിലും ബേതാബ് വാലിയിലും നമ്മൾ പോയി. ബൈസ്രൺ വാലിയിൽ ഞങ്ങൾ പോയില്ലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ അറ്റാക്കൊക്കെ ഉണ്ടായത്. കാര്യം ബൈസ്രൺ വാലി കുതിരപ്പുറത്ത് കുറേ ദൂരം പോകാനുണ്ട്. അപ്പം നമുക്ക് കുട്ടികളും ഇതൊക്കെ ആയിട്ട് റിസ്ക്കാന്ന് ഓർത്തിട്ട് ഞങ്ങൾ പോയില്ല. പിന്നെ ടൈമും ഇല്ലായിരുന്നു. ആക്ച്വലി ഇത് പെഹൽഗാം എന്ന് പറയുന്നത് അനന്ത്നാഗ് എന്ന് കാശ്മീരിലെ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ പെഹൽഗാം ഉള്ളത്. ഇവിടെയുള്ള ആ റിവർ എന്ന് പറഞ്ഞാൽ ലിഡർ റിവർ എന്നാണ് എൻ്റെ അറിവ് ഉള്ളത്. പിന്നെ ആരോ റിവറും ഉണ്ട്. പക്ഷെ അവിടെയാണെങ്കിൽ നല്ല ഉരുളം കല്ലുകളും നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇത് ആരുവാലിയിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അരുവാലി പോയിട്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. കുറേ കുതിരപ്പുറത്ത് ഇങ്ങനെ മുകളിലോട്ട് പോകണം അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലൊരു എന്താ പറയുക ഒരു സ്പോട്ടുണ്ട്. അവിടെ നിന്നാണ് അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ നിന്നാണ് ഈ അമർനാഥ് തീർത്ഥയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചൊരു കുന്നിൻ്റെ മുകളിലോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് സ്നോയൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് അമർനാഥ് തീർത്ഥയാത്ര ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ആൾക്കാരെയൊക്കെ ഇങ്ങനെ
ബാച്ച് തിരിച്ചൊക്കെ വിടുന്നതെന്ന് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല സ്നോയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോഡിലും അങ്ങനെയൊന്നും സ്നോ ഇല്ല. പക്ഷേ നമ്മൾ പോകുന്ന 2 സൈഡിലും ഭയങ്കര ഭംഗിയുള്ള സ്നോ ആയിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഭംഗിയായിരുന്നു ആ കുന്നിലിങ്ങനെ സ്നോയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്ത സമയമുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ തണുപ്പുണ്ടും താനും. അപ്പം നമുക്കത് ഫീൽ ചെയ്യാനും പറ്റി. ആ ഒരു ക്ലൈമറ്റ് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ആ നേച്ചറിൻ്റെ ഒരു ഭംഗി ഫീൽ ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൽ ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെഹൽഗാമായിരുന്നു. ഓക്കെ, ഗുൽമാർഗിൽ നമുക്ക് സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷെ പെഹൽഗാം എന്ന് പറഞ്ഞാൽ വേറൊരു ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പെഹൽഗാം എന്ന് പറഞ്ഞാൽ. പെഹൽഗാമിൽ ഇങ്ങനെ കുറച്ച് വാലീസൊക്കെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ ഓടി നടന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കുറച്ച് സമയം കൂടി ഇരിക്കായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കും അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ എങ്കിലും മിനിമം കിട്ടിയാൽ മാത്രമേ നമുക്ക് പെഹൽഗാം റിലാക്സ് ആയി നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വരുമ്പം വേറൊരു ഭംഗിയാണ്. അപ്പം ഞങ്ങൾ ആ ഒരു ടൈമിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഈ ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു പെഹൽഗാം. നമുക്കിതിൽ ഈ ക്യാമറയിലൊന്നും ഞാനധികം ഷൂട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിലത്രയും എന്താ ക്ലിപ്സും വീഡിയോസും ഒന്നും ഒത്തിരി ഇല്ല ഇതിൽ പെഹൽഗാമിൻ്റെ. പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടിയൊന്നും എൻ്റെ ഈ വീഡിയോസിലൊന്നും ഇല്ല. എനിക്കെല്ലാം ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് വെച്ച് ഒരു വലിയൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ദേ ബേത്താവാലിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അനിതയും ശ്രീയും അവരുടെ ആക്ടിങ് സ്കിൽസ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ പരമാവധി എടുത്ത് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേത്താവാലിയിൽ നല്ലൊരു പുഴയുണ്ട്. ചുറ്റും നല്ല നല്ല മരങ്ങളുണ്ട്. എന്താ പറയുക, നല്ലൊരു ഗാർഡൻ ഉണ്ട്. അവിടെ ഇങ്ങനെ എത്ര സമയം വേണോ ഇരിക്കാം. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 6 മണിയായിപ്പോയി. ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾക്ക് ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പം ഞങ്ങൾ ഓടി നടന്ന് ഒന്ന് കണ്ടു. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് പോയാൽ പുഴയിൽ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത് കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം. പിന്നെ അത്യാവശ്യം ക്രൗഡ് കുറവായിരുന്നു കേട്ടോ. ക്രൗഡ് വലുതായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓരോ റീൽസൊക്കെ എടുത്തു. ഞങ്ങൾ പോയപ്പോൾ ആ ക്രൗഡ് ഒത്തിരി ഈവനിങ് ആയതുകൊണ്ട് അവിടെ 6 മണി വരെ 7 മണി വരെ 6 മണി വരെ എന്തോ എൻട്രി ഉള്ളൂ. അപ്പോഴത്തേക്കും ക്രൗഡൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ലേറ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മാക്സിമം നിൽക്കാൻ പറ്റുന്ന ഇരുട്ട് വീഴുന്നവരെ നിന്നിട്ട് പോകാം, എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചു. ദേ അവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. എല്ലാവർക്കും മിസ് ചെയ്തു ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പെഹൽഗാമൊക്കെ കണ്ട്, എന്തായിരുന്നു ബേത്താവാലി ഒക്കെ ഫുള്ള് കണ്ട്. പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഒരു കോഫിയെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ദേ എല്ലാവരും ഓരോ കോഫി, ആ ചേട്ടൻ കോഫി ഉണ്ടാക്കുന്നത് എന്തോ സ്പീഡിലാണെന്ന് അറിയാമോ, ചടപടയെ കോഫിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ദേ റൂമിലെത്തി ഫുഡ് കഴിച്ചിട്ട് ഇനി കിടക്കാനുള്ള ടൈമായി ആക്ച്വലി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ കയറിയായിരുന്നു. ആ ചടപടയെന്നായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ദേ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് എന്തായിരുന്നു, എന്തോ ചിക്കനും എന്തോ വെജിറ്റബിൾസും പിന്നെ ദാൽ കറി ആയിരുന്നു. ഈ ഒരാഴ്ച ഫുള്ള് ദാൽ കറി ആയിരുന്നു. ചിക്കനും ഒക്കെ തന്നെ ആയിരുന്നു. വെജിറ്റബിൾസ് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വെജിറ്റബിൾസ് കഴിച്ചു. അതിൻ്റെ പണി എനിക്ക് പിറ്റേ ദിവസം കിട്ടുകയും ചെയ്തു. പിന്നെന്തായിരുന്നു, ഇതും അത്യാവശ്യം നല്ലൊരു റിസോർട്ടായിരുന്നു. അപ്പം ആ പുള്ളി അവിടുത്തെ റിസോർട്ടിലെ അയാൾ പറഞ്ഞു എന്തോ ചെറിയ ക്യാഷ് കൊടുത്താൽ അവർ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവിടെ ഷോളൊക്കെ വിൽക്കുന്ന ഒരു പുള്ളി വന്നു. ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ ഷോൾ മേടിച്ചു. അവിടെ ഒരിടത്ത് 500 രൂപയാണെങ്കിൽ വേറൊരിടത്ത് 400 രൂപ, പിന്നെ 300 രൂപ. ലാസ്റ്റ് ഭയങ്കര പ്രൈസ് കുറച്ചാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഞങ്ങൾ ഇതേ ഷോൾ കുറച്ച് മുന്നേ 1000 രൂപയ്ക്ക് എങ്ങാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി നമുക്ക് 400 രൂപയ്ക്ക് എന്തോ തോന്നുന്നു. സെയിം സാധനം തന്നെയാണ്.
അത് കഴിഞ്ഞ് ഷോളുകാരനൊക്കെ പോയി കഴിഞ്ഞ് രാത്രിയായപ്പോൾ ദേ അവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. ചില്ലാണല്ലോ, ചിൽ മൂടാണല്ലോ. പിന്നെ ഇന്നും കൂടി നമ്മളിവിടെ ഉള്ളൂ. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പുഴവക്കത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ കേട്ട് ക്യാമ്പ് ഫയറൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം. അതാണ്. അതേ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളവിടെ ഇരുന്നു ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ കുട്ടികളുടെ കലാപരിപാടി തുടങ്ങി. പാറുവിൻ്റെ മോണമൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറു ഓരോരുത്തരായിട്ട് അവിടെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഞാൻ കുറച്ച് സീരിയൽ കാണാൻ പോവാണ്. നിങ്ങൾ പുറത്ത് പോയി കളിച്ചോ. ഞാൻ സീരിയൽ കണ്ട് കഴിഞ്ഞ് നിങ്ങളെ വിളിക്കാം. അപ്പൊ വന്നാൽ മതി. അങ്ങനെ പഹൽഗാമിൽ ഞങ്ങളുടെ അന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 12-1 മണിയായി. ഇനിയിപ്പോൾ നേരെ ചെന്നിടന്ന് ഉറങ്ങുക, രാവിലെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇറങ്ങുക. അതാണ് പരിപാടി. നമ്മുടെ കാശ്മീർ ട്രിപ്പ് ഒഫീഷ്യലി വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ആവുന്നവരേക്കും നന്ദി, നമസ്കാരം, വണക്കം. സങ്കടമായി ചിരുവിന് വൈൻഡ് അപ്പ് ചെയ്തതിന് സങ്കടമായി.